നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. UDFന്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടിയാണ്. അദ്ദേഹം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് കയറി വരികയാണ്. അപ്പോൾ ഒരു കാര്യം, അദ്ദേഹത്തിനെതിരെ ചില ആക്ഷേപങ്ങൾ ഫേസ്ബുക്കിൽ രണ്ട് തരത്തിൽ ഞാൻ കണ്ടു. ഒന്നാമത്തത് തോമസ് ഐസക് കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ കുറിച്ചൊന്നും മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറയുന്നതാണ് തോമസ് ഐസക് പറഞ്ഞത്. അദ്ദേഹം ഒരു കോമാളി എന്ന് പറയുകയും അദ്ദേഹം തന്നെ മാന്യമായ രീതിയിൽ അതിന് മറുപടിയായി അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിഷാരടി മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോൾ തിരിച്ചും പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിഷാരടി പറഞ്ഞത് സംസ്കാരം എന്നത് സമരം ചെയ്ത് കിട്ടുന്നതല്ല എന്ന ഒരു വാക്കു പറഞ്ഞിരുന്നു. അതിന് മറുപടിയായി വന്ന ഒരു അഭിനവ നവോത്ഥാന വീരനുണ്ട് ഇപ്പോൾ കേരളത്തിൽ. അവന്റെ പേരാണ് ഫ്രെഡി ഫ്രാൻസിസ്. ഈ ഫ്രെഡി ഫ്രാൻസിസ് ഒരു ഏത്തപ്പഴമൊക്കെ വായി ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം വെറും വൾഗറായ രീതിയിൽ അണ്ണാക്കിൽ തിരികി സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല. ശരിക്കും ഇതെടുത്തിട്ട് പിഷ്യുവിന്റെ അണ്ണാക്കിലാണ് തള്ളേണ്ടത്. സംസ്കാരം സമരം ചെയ്താൽ കിട്ടൂല. എന്റെ പൊന്നു പിഷാരടി, താൻ നിൽക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടാണ്. തനിക്കറിയാൻ പാടില്ലെങ്കിൽ ചോദിച്ചാൽ മതി. പല സംസ്കാരങ്ങളും മനുഷ്യന്റെ അണ്ണാക്കിലോട്ട് ഇതേപോലത്തെ സാധനങ്ങൾ തിരികെ കയറ്റിയ സമയത്തും ഇണ്ടന്തുരുത്തി മനയില് മഹാത്മാഗാന്ധിനെ പുറത്തിരുത്തിയ സമയത്തൊക്കെ അവിടെ സമരം ചെയ്തിട്ട് തന്നെയാണ് ആ സംസ്കാരത്തിനെതിരെ പോരാടിയത്. അതിപ്പോ ചിലപ്പോ പിഷാരടിക്ക് ചിലപ്പോ പിടിക്കുന്നുണ്ടാവൂല. സംശയം ഉണ്ടെങ്കിൽ വൈക്കത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് കൂടെ നടക്കുന്ന കോൺഗ്രസ്സുകാർക്ക് വളരെ നല്ലതാണ്. അപ്പോ വീണ്ടും സന്ധിക്കും വരേക്കും. ഈ പഴം അണ്ണാക്കിൽ തിരികുന്നതിന്റെ കൂട്ടല്ല രമേശ് പിഷാരടി എന്നൊക്കെ പറഞ്ഞ് സമരത്തെ പറ്റി വാനോളം പുകഴ്ത്തി പറയുന്നത് കേട്ടു. അദ്ദേഹം പറയുന്നത് സമരം ചെയ്താണ് സംസ്കാരം ഉണ്ടാക്കിയെന്ന്. ഏത് സംസ്കാരമാണ് സമരം ചെയ്തുണ്ടായത്? വൈക്കം സത്യാഗ്രഹം സംസ്കാരത്തിന് വേണ്ടിയുള്ള സമരമല്ലായിരുന്നു. വൈക്കം സത്യാഗ്രഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് സംസ്കാരം ഡിഫറൻ്റ് ആണ്. സംസ്കാരം ആ ജീവിത ശൈലി കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഫ്രെഡിയുടെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കി. ആ പഴം തിന്നുകൊണ്ട് അണ്ണാക്കിൽ തിരുക എന്നൊക്കെ ഒരാളെ പറ്റി പറയുന്ന മോശമായ സംസ്കാരം, ആ സംസ്കാരം ഇയാൾ സമരം നേടിച്ചുണ്ടാക്കിയതാണോ? സമരത്തിൽ നിന്നാണോ ഫ്രെഡി ഫ്രാൻസിസെ നിങ്ങൾക്ക് ഈ സംസ്കാരം കിട്ടിയെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിന് സമരമല്ല, നിന്റെ അറിവില്ലായ്മയുടെ പ്രശ്നമാണ്. നിനക്ക് വ്യക്തമായ രീതിയിലുള്ള മറുപടി പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം താങ്കൾ പറഞ്ഞു, കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുക്കും. കോൺഗ്രസ്സുകാർ വളരെ വ്യക്തമായി താങ്കൾക്ക് പറഞ്ഞു തരികയാണ്, സംസ്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉടലെടുത്തതാണ്. നിങ്ങൾ പഠിച്ചു വന്ന സംസ്കാരമുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരം വിഭിന്നമാണ്. അത് തോമസ് ഐസക് പറഞ്ഞത് ഒരു സംസ്കാരമാണ്. ആ മാപ്പ് പറഞ്ഞത് കേരളത്തിന്റെ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിന്റെ തിരിച്ചറിവ് ഫ്രെഡി ഫ്രാൻസിസിനുണ്ടാവണം. നിങ്ങൾ എടുത്ത കേരള സ്റ്റോറിയുമായി നിങ്ങൾ എടുത്ത അഭിപ്രായം അത് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ടത് കേരളത്തിന്റെ സംസ്കാരത്തിനൊത്ത് നിങ്ങൾ നിന്നതുകൊണ്ടാണ്. അല്ലാതെ പിഷാരിയുടെ അടുത്ത് പഴം തിരികെ കയറ്റുന്ന വൃത്തികെട്ട ആ സംസ്കാരോട് വന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സംസ്കാരമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. CPMകാരെ മാത്രം പുകഴ്ത്തിയുള്ള സംസാരം, അതൊക്കെ തങ്ങളുടെ ഭാഗം, നിങ്ങളുടെ ഭാഗമാണ്. നിങ്ങളെടുത്തോ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഈ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാൻ അത് കോൺഗ്രസിനറിയാം, UDFനറിയാം. പക്ഷേ ഇത്തരത്തിൽ പിഷാരടിക്കെതിരെ നിങ്ങൾ നടത്തിയ പ്രസ്താവന, നീ കാണിച്ച വൈകൃതപരമായ ചില വികൃതികൾ, അതേപോലെ തന്നെ മറുപടി തരാൻ കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ആ പറഞ്ഞ സംസ്കാരത്തിന്റെ ആവശ്യം. ഇപ്പൊ എന്താണ് സംസ്കാരം എന്ന് മനസ്സിലായോ?